അതെ, അമ്മയ്ക്ക് യൂറിക് ആസിഡ് കൂടുതലായിരുന്നു, ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ഈ ബീഫും പോർക്കും മട്ടനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. എന്താണാവോ? നോൺ വെജിൽ വേണമെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടാവും. അതെ, ഈ റെഡ് മീറ്റിലൊന്നും യൂറിക് ആസിഡ് ഇല്ല. പൊതുവെ ഈ റെഡ് മീറ്റിലുള്ളത് പ്യൂരിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ റെഡ് മീറ്റ് കഴിക്കുമ്പോൾ ഈ പ്യൂരിൻ നമ്മുടെ ഉള്ളിലെത്തും. അത് ലിവറിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഉപാപചയ പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ പറഞ്ഞ യൂറിക് ആസിഡ്. അപ്പൊ നമ്മൾ ഈ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എത്രമാത്രം കഴിക്കുന്നോ അത്രമാത്രം ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടാനുള്ള കാരണമുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഇത് ഒഴിവാക്കാൻ പറയുന്നത്. അപ്പൊ ഈ പ്യൂരിനുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാ? പ്രോട്ടീൻ അടങ്ങിയ എല്ലാ ഭക്ഷണത്തിലും പൊതുവെ പ്യൂരിൻ കാണാറുണ്ട്. പക്ഷെ എങ്കിലും കൂടുതൽ അളവിലുള്ളത് റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, മട്ടൻ, പോർക്ക് ഇതിലൊക്കെ കൂടുതലാണ്. അതുപോലെ അതിന്റെ പാർട്സിലും ഇത് കൂടുതലായിട്ട് കാണാം. ആൽക്കഹോള്, ഷുഗറി ബിവറേജസ്, മഷ്റൂം, പിന്നെ ചീരയിലും മുരിങ്ങയിലും ഇതുപോലെ തന്നെ പ്യൂരിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ ഫുഡൊക്കെ ഒഴിവാക്കിയാൽ യൂറിക് ആസിഡ് നോർമലാക്കി എടുക്കാൻ പറ്റുമോ? ഭക്ഷണം മാത്രം ക്രമീകരിച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിവറിൽ വെച്ചിട്ടാണ് ഈ പ്യൂരിന്റെ ഉപാപചയ പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് വരുന്നത്. അപ്പൊ യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പൊ ഇതിനെ പുറന്തള്ളേണ്ടത് ലിവർ ആണ് പ്രധാനമായിട്ട് ഇതിൽ പങ്കുവഹിക്കുന്നത്. യൂറിനിലൂടെയാണ് ഇത് പുറത്തേക്ക് പോകേണ്ടത്. അപ്പൊ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഈ ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡിനെ കറക്റ്റ് ആയിട്ട് പുറന്തള്ളാനായിട്ട് സാധിക്കില്ല. അപ്പൊ പതിയെ ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടും. അപ്പൊ ഈ ബീഫും പോർക്കും മട്ടനും മാത്രം ഒഴിവാക്കിയ കാര്യമില്ല അല്ലെ? ലിവറും കൂടെ നമുക്ക് നോർമലാക്കി എടുത്താലാണ് യൂറിക് ആസിഡ് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. അതെ അതെ.